ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു റെസിപ്പി പരിചയപ്പെട്ടാലോ? ഒരു കുഞ്ഞു റെസിപ്പി. വേറെ ഒന്നുമല്ല, തക്കാളിയും മുട്ടയും വെച്ചുള്ളൊരു മുട്ടത്തോരൻ. തക്കാളി മുട്ടത്തോരൻ നിങ്ങൾക്കറിയാമായിരിക്കും, എങ്കിലും ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് പഠിക്കുന്നവർക്ക് ഇതൊരു ഉപകാരമാവട്ടെ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണിത് ചെയ്യുന്നത്. അതിന് വേണ്ടത് 2 തക്കാളി, 1 സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 മുട്ട, പിന്നെ കടുക് വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഇടിച്ച മുളക് വേണം, വെളിച്ചെണ്ണ വേണം. ഇതിൻ്റെയൊക്കെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ കണക്ക് ഞാൻ പറയാം കേട്ടോ. നമുക്ക് തുടങ്ങാം. അടുപ്പ് കത്തിക്കാം. ഞാൻ ചട്ടി ആദ്യം ഒന്ന് ചൂടാക്കി വെച്ചതാണ്. ഒന്നുകൂടി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ ആ ബെല്ലൈക്കൺ നിൽക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി നിൽക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒരുപാട് കടുക് ചേർക്കാൻ ഇഷ്ടമല്ല, ഒരു 1/2 ടീസ്പൂൺ കടുക് മതി. കടുക് എല്ലാം നന്നായിട്ട് പൊട്ടിയിട്ട് കേട്ടോ. കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഈ കടുകെല്ലാം പൊട്ടിത്തീർന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇടുമ്പോൾ ശ്രദ്ധിച്ചിടുക. തുടക്കക്കാരൊക്കെ ചെയ്യുമ്പോൾ കൈ ചിലപ്പോൾ നന്നായി ചൂടായിരിക്കുന്നതുകൊണ്ട് കയ്യിലേക്ക് എണ്ണ തെറിക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴണ്ടൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി തക്കാളിയൊക്കെ ചേർക്കുമല്ലോ. മസാലപ്പൊടികളൊക്കെ ചേർത്ത് വഴറ്റുന്ന സമയത്ത് ഈ സവാള നല്ലോണം വെന്ത് വയ്ക്കുള്ളൂ. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. ഇപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ഞാനിതിലേക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചിലവർ സവാള വാടാൻ വേണ്ടി മാത്രമുള്ളത് ചേർക്കും. ഞാൻ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും നമ്മൾ ചേർക്കണ്ട പിന്നീട്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട ഉപ്പ് ഈ കറിക്ക് കറക്റ്റായിരിക്കും. ആ ഉപ്പ് മാത്രം മതി. നമ്മളത് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക. സവാള വരാൻ ഇത്തിരി എളുപ്പമായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും, ഒരുപാടൊന്നും വേണ്ട. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ചേർത്ത ശേഷം നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ ഒരു പച്ച മണം, പച്ച കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അത് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഈ പച്ചമുളകും മുളക് പൊടിയും ഇടിച്ച മുളകൊക്കെ വരുമ്പോൾ ഒരുപാട് എരിവുണ്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ട, കറക്റ്റ് അറിവാകുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയുടെയൊക്കെ ആ ഒരു കുത്തൊന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടിച്ച മുളകാണ് ചേർക്കാൻ പോകുന്നത്. അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ചതച്ച മുളക്, ഇടിച്ച മുളകെന്ന് പറയും ഞങ്ങളിവിടെ, ചതച്ച മുളക് എരിവിന് വേണ്ടത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളിതിലേക്ക് വേറെ എരിവൊന്നും നമ്മൾ ചേർക്കുന്നതല്ല. എരിവ് ഇത് തന്നെ ധാരാളമായിരിക്കും, കാരണം തക്കാളിക്ക് നല്ലൊരു മധുരിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ എരിവും തക്കാളിയുടെ ഇതും മുട്ടയും കൂടി വരുമ്പോൾ ഈ എരിവൊക്കെ കറക്റ്റായിരിക്കും. നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. 2 തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചെറുതായിട്ട് തന്നെ അരിയണം കേട്ടോ. നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേറെ വെള്ളമോ ഒന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണ്ട.
അതിലേക്ക് ഈ തക്കാളിയിലെ വെള്ളം തന്നെ ഇറങ്ങി വന്നോളും. എന്നിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ. സിമ്മിലിട്ടിട്ട് അടച്ച വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. എല്ലാം തട്ടിപ്പൊത്തി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തക്കാളിയിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളത്തിലാണ് ഇത് വെന്തിരിക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ, പാകത്തിനാണെന്ന്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത ഉപ്പ് കറക്റ്റാണ്. നമുക്ക് 2 മുട്ട കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിത് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇത് ഭയങ്കര ലൂസായ പോലെ നമുക്ക് തോന്നും. അത് മുട്ട വെന്ത് തക്കാളിയിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റി അതിൽ ജലാംശമൊക്കെ പോയതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തീയൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ തന്നെ അതൊന്ന് മുട്ടയുടെയും തക്കാളിയുടെയൊക്കെ ആ വെള്ളം ഒന്ന് വറ്റി വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ നമ്മളൊരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് മൂടി വെക്കുക. അതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. കണ്ടോ, അതിലെ വെള്ളമൊക്കെ വറ്റി മുട്ടയും തക്കാളിയൊക്കെ നന്നായിട്ട് ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം തന്നെയില്ല. ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ ഒരു പരുവാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടി അടച്ച് വെക്കാം. ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആ കറിവേപ്പിലയുടെ ആ ഒരു പച്ച സ്മെല്ല് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഇട്ടുണ്ട്. ഇതൊന്ന് തട്ടിപ്പൊത്തി വെക്കുക. അപ്പോൾ ആ പച്ച കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഇതിലേക്ക് ഇറങ്ങും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കറി